ഹായ് ഫ്രണ്ട്സ്, സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. HSST പരിശീലനവുമായി ബന്ധപ്പെട്ട റിസർച്ച് മെത്തഡോളജി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന ഏരിയയിലെ ഒരു ചെറിയൊരു പോർഷനായ സ്കെയിലിംഗ് ടെക്നിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്കെയിലിംഗ് ടെക്നിക്സ് പറയുന്നതിന് മുന്നേ ജസ്റ്റ് റിസർച്ച് എന്താണെന്നും അതുപോലെ 2-3 ടേംസ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് സ്കെയിലിംഗ് ടെക്നിക്സിലേക്ക് കടക്കാം. റിസർച്ചും അതോടൊപ്പം തന്നെ റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്കും അതിന്റെ സ്റ്റെപ്സും ഒക്കെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് പറയുകയാണ്, വാട്ട് യു മീൻ ബൈ റിസർച്ച്? റിസർച്ച് ഈസ് സെർച്ച് ഫോർ നോളജ്. നമ്മൾ നോളജ് കണ്ടെത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിസർച്ച് എന്ന് പറയുന്നത്. ദ വേർഡ് റിസർച്ച് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് 2 വേർഡ് ദാറ്റ് മീൻസ് റീ പ്ലസ് സെർച്ച്. ദാറ്റ് മീൻസ് സെർച്ച് അഗെയിൻ ആൻഡ് അഗെയിൻ. നമ്മൾ വീണ്ടും വീണ്ടും സെർച്ച് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിസർച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ മുന്നിലൊരു പ്രോബ്ലം ഉണ്ട്, അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിനെയോ അല്ല എങ്കിൽ നമ്മുടെ മുന്നിലുള്ള പ്രോബ്ലത്തിന് ഒരു ആൻസർ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, റിസർച്ച് മീൻസ് റിസർച്ച് ഈസ് എ സെർച്ച് ഫോർ നോളജ്. Then research simply means search for fact. That means answer to a questions or to find a solution to problems. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രോബ്ലത്തിന് എന്ത് കണ്ടെത്തുക? സൊല്യൂഷൻ കണ്ടെത്തുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വേരിയബിൾസ്. റിസർച്ചിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു എലമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? വേരിയബിൾസ്. വേരിയബിൾസ് പലതരത്തിലുണ്ട്, പല ടൈപ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വേരിയബിൾസ് സിംപ്ലി മീൻസ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. It is a characteristic that can be measured and that can be assumed different values. Okay, one of the important element ആണ് എന്തെന്ന് പറയുന്നത്? വേരിയബിൾ. ഒരു പ്രോപ്പർട്ടിയുടെയോ ഒരു ഒബ്ജക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആക്ടിൻ്റെയോ ഒരു പ്ലേസിൻ്റെയോ എനിത്തിങ് അതിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്കിനെ മെഷർ ചെയ്യാനും അതോടൊപ്പം തന്നെ നമുക്ക് ഡിഫറെൻ്റ് വാല്യൂസ് അസൈൻ ചെയ്യുന്നതിനെയുമാണ് വേരിയബിൾസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർട്ടിയുടെയോ ഒബ്ജക്റ്റിൻ്റെയോ ക്യാരക്ടറിസ്റ്റിക്കിനെ അസ്യൂം ചെയ്യാനും ദാറ്റ് മീൻസ് ആ ക്യാരക്ടറിസ്റ്റിക്കിനെ മെഷർ ചെയ്യാനും അതോടൊപ്പം നമുക്ക് ഡിഫറെൻ്റ് വാല്യൂസ് എന്ത് ചെയ്യാനും പറ്റും? നൽകാനും കഴിയുന്നതിനെയാണ് വേരിയബിൾസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, we can measure the characteristics and we can assume different values. For example ആയിട്ട് നമ്മൾ വേരിയബിൾസിനകത്ത് പറയാൻ പറ്റുന്നത് ഹൈറ്റ്, ഏജ്, ഇൻകം, പ്രൊവിൻസ് ഓർ കൺട്രി ഓഫ് ബർത്ത്, ഗ്രേഡ്സ് ഒബ്റ്റൈൻഡ് അറ്റ് സ്കൂൾ ആൻഡ് ടൈപ്പ് ഓഫ് ഹൗസിംഗ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് വേരിയബിൾ. നോർമലി ഒരു റിസർച്ചർ ആരാണ്? റിസർച്ചർ എന്നതറിയാലോ. ദാറ്റ് മീൻസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന വ്യക്തിയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? റിസർച്ചർ എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹു കണ്ടക്ട് റിസർച്ച്. ആരാണോ റിസർച്ച് ചെയ്യുന്നത് അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിസർച്ചർ എന്ന് പറയുന്നത്. ഇനി ആരാണോ അദ്ദേഹത്തിന് വേണ്ടുന്ന ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിസർച്ചർ റിസർച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു റെസ്പോണ്ടന്റിന്റെ കയ്യിൽ നിന്നും ഡിഫറെന്റ് ഡേറ്റാസ് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ റെസ്പോണ്ടന്റിനെ സംബന്ധിക്കുന്ന സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്? വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ആ റെസ്പോണ്ടന്റിന്റെ ഹൈറ്റ്, ഏജ്, ഇൻകം, പ്രൊവിൻസ്, പ്ലേസ് ഓഫ് ബർത്ത്, ഓക്കെ, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ആ റെസ്പോണ്ടന്റിന്റെ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു പ്ലേസിന്റെ അല്ലെങ്കിൽ ഒരു ഇവന്റിന്റെ അല്ലെങ്കിൽ ആക്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്കിനെ സ്പെസിഫൈ ചെയ്യുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? വേരിയബിൾസ്. ദെൻ മെഷർമെന്റ് സ്കെയിൽ. സ്കെയിൽസ് ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ് വേരിയബിൾസ് ഇൻ സോഷ്യൽ സയൻസ് റിസർച്ച്. നമ്മളിപ്പോൾ വേരിയബിൾ എന്താന്ന് പറഞ്ഞു. അപ്പോൾ ഈ വേരിയബിളിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സ്കെയിൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്കെയിൽസ് ആർ യൂസ്ഡ് ഫോർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു മെഷർ ദ വേരിയബിൾസ്. വേരിയബിൾസിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സ്കെയിൽസ് യൂസ് ചെയ്യുന്നത്. ഡ്യൂറിംഗ് ദ പാസ്റ്റ് ഫ്യൂ ഡെക്കാഡ്സ് thousands of scales have been designed by researchers in sociology, psychology, education, psychiatry, ethics, behavioral science, economics, administration and other fields. അതായത് നമ്മൾ ഈ റിസർച്ചിൽ മാത്രമല്ല അല്ലെങ്കിൽ ഒരു
കൺസേൺഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമല്ല നമ്മൾ ഈ സ്കെയിലിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡ്സിൽ പലതരത്തിലുള്ള റിസർച്ചേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിലിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ മേ ബി നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം, ഈ വേരിയബിൾസ് എന്ന് പറയുന്നത് ഏത് ഫീൽഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്? ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒൺലി ഇൻ സോഷ്യോളജി ഓർ ഒൺലി ഇൻ സൈക്കോളജി ഓർ ഒൺലി ഫോർ എഡ്യൂക്കേഷൻ എന്നിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു കൺസേൺഡ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നല്ല ഈ സ്കെയിൽസ് എന്ന് പറയുന്നത്. You have a wide range of application in different fields. Then, what do you mean by scaling? Scaling refers to the procedure by which numbers or scores assigned to the various degrees of opinions, attitude and other concept. ഒരു റിസർച്ചർ ഒരു റെസ്പോണ്ടന്റിന്റെ കയ്യിൽ നിന്നും എന്ത് കളക്ട് ചെയ്യാൻ പോവുകയാണ്? ഡേറ്റ കളക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ അവരുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ഒപ്പീനിയൻസ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ കോൺസെപ്റ്റ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇവയ്ക്കൊക്കെ നമ്മൾ എന്ത് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്? നമ്പേഴ്സ് അല്ലെങ്കിൽ സ്കോർ അസൈൻ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്കെയിലിംഗ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒപ്പീനിയൻ, ഇപ്പൊ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ റെസ്പോണ്ടന്റിനോട് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് ഓപ്ഷൻ വരാം യെസ് അല്ലെങ്കിൽ നോ. ഈ റെസ്പോണ്ടന്റിന്റെ ആൻസർ എന്ന് പറയുന്നത് യെസ് ആണെങ്കിൽ വി വിൽ ഗീവ് 1 മാർക്ക്, ദെൻ നോ ആണെങ്കിൽ വി വിൽ ഗീവ് 2 മാർക്ക്. അപ്പോ ഇവിടെ എന്ത് ചെയ്തു? ആ റെസ്പോണ്ടന്റിന്റെ ഒപ്പീനിയന് നമ്മൾ എന്ത് അസൈൻ ചെയ്ത് കൊടുത്തു? സ്കോർ അല്ലെങ്കിൽ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആറ്റിറ്റ്യൂഡ് നമ്മൾ മെഷർ ചെയ്യുകയാണ്. കറണ്ട് എക്കണോമിക് സിറ്റുവേഷനെ പറ്റിയുള്ള ഒരു റെസ്പോണ്ടന്റിന്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ചോദിക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരൻ പറയുവാണ് ഇറ്റ് ഈസ് നോട്ട് ഫേവറബിൾ, അല്ലെങ്കിൽ ഫേവറബിൾ അല്ല, അല്ലെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ പറയുന്ന ആറ്റിറ്റ്യൂഡ്സിന് നമ്മൾ എന്ത് ചെയ്യും? മാർക്ക് അല്ലെങ്കിൽ വാല്യൂ അസൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ ആയിട്ട് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ 3, ദെൻ നോട്ട് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ 2. ഓക്കെ, പ്രത്യേകിച്ച് സജഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്ത് കൊടുക്കുന്നു? 1 എന്ന് പറയുന്നത് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു റെസ്പോണ്ടന്റിന്റെ ഒപ്പീനിയനോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോൺസെപ്റ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നത്? സർട്ടൻ വാല്യൂസ് അസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സ്കോർ അസൈൻ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്കെയിലിംഗ്. Scaling refers to the procedure by which numbers or scores, procedure ആണ് in which numbers or score assigned to various degrees of opinion, attitude and other concept. Okay, then in social phenomena there are 2 types of variables. ശരിക്കും പറഞ്ഞാൽ ഈ 2 ടൈപ്സിലല്ല നമുക്ക് ഈ വേരിയബിൾസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് വേരിയബിൾസ് ആർ ദെയർ. ബട്ട് നമ്മളിവിടെ ഈ 2 കാര്യങ്ങൾ മാത്രമേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളും അതോടൊപ്പം തന്നെ ക്വാളിറ്റേറ്റീവ് വേരിയബിളും. ഇനി ഇത് മാത്രം എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാ വേരിയബിൾസും തന്നെ വൺ ഓഫ് ദ കാറ്റഗറി ഓഫ് എയ്തർ ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വേരിയബിൾസ് ഒക്കെ തന്നെ എയ്തർ ഒന്നുകിൽ ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസിന്റെ കീഴിലോ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസിന്റെ കീഴിലോ ആയിരിക്കും വരുന്നത്. അപ്പൊ ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ആർ ദെയർ. ഫസ്റ്റ് വൺ, ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ. ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ means that can be quantifiable, that can be measurable. നമുക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരത്തിലുള്ള വേരിയബിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു സംശയം വരാം, ഇവിടെ നമ്മൾ വേരിയബിൾ എന്ന് പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് വേരിയബിൾ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ദ വാല്യൂ ഓഫ് വേരിയബിൾ ഈസ് വാരിയിങ്. വേരിയബിളിന്റെ വാല്യൂ വാരി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്? വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു റിസർച്ചർ റെസ്പോണ്ടന്റിന്റെ കയ്യിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ എക്സിന്റെ ഹൈറ്റ് ആവണമെന്നില്ല വൈയുടെ ഹൈറ്റ്, അതോടൊപ്പം തന്നെ എക്സിന്റെ ഇൻകം ആവണമെന്നില്ല വൈയുടെ ഇൻകം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ പേഴ്സൺ ടു പേഴ്സൺ, പ്ലേസ് ടു പ്ലേസ് ഒക്കെ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പറയുന്ന ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻ, കോൺസെപ്റ്റ് ഒക്കെ തന്നെ വേരി ചെയ്യുന്നുണ്ട്. അപ്പോ
വേരിയബിൾ എന്ന് പറഞ്ഞാൽ വാല്യൂ വേരി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്, വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ഫോം. ക്വാണ്ടിറ്റേറ്റീവ് ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു റെസ്പോണ്ടന്റിന്റെ ഇൻകം നമ്മൾ മെഷർ ചെയ്യുന്നത്, ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത്, ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ഫോമിലാണ്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇതാണ്, ഇറ്റ് ഈസ് പോസിബിൾ ടു മെഷർ the income of members in a society. That can be used for measuring economic status. നോർമലി നമ്മൾ ഇൻകം, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു മെമ്പറിന്റെ ഇൻകം നമ്മൾ മെഷർ ചെയ്യുന്നത് എക്കണോമിക് സ്റ്റാറ്റസ്, ആ ഒരു വ്യക്തിയുടെ എക്കണോമിക് സ്റ്റാറ്റസ് എന്താണെന്ന് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. Okay, then qualitative variables. Qualitative variables is just opposite to the quantitative variable. That means we cannot quantify or we cannot measure. നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ മെഷർ ചെയ്യാനോ പറ്റാത്തതായിട്ടുള്ള വേരിയബിൾസ് ആണ് എന്തെന്ന് പറയുന്നത്, ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ്. ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നു, വളരെ ക്യൂട്ടാണ് കാണുമ്പോൾ, ആ ബ്യൂട്ടി എത്രയാണെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് പറയാൻ പറ്റണമെന്നുണ്ടോ, ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള വേരിയബിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്വാളിറ്റേറ്റീവ് വേരിയബിൾ. ഫോർ എക്സാമ്പിൾ ആയിട്ട് റിസർച്ച് പർപ്പസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരാളെ നമ്മൾ, ദാറ്റ് മീൻസ് നമുക്ക് വേണ്ടുന്ന ഒരു റെസ്പോണ്ടന്റിനെ നമ്മൾ എന്ത് ചെയ്തു, കണ്ടെത്തി. ആ പുള്ളിക്കാരന്റെ അല്ലെങ്കിൽ ആ റെസ്പോണ്ടന്റിന്റെ കളറ്, ഓക്കെ, അല്ലെങ്കിൽ ഐയുടെ കളറ്, ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്ത് ആസ്പെക്ട് ആണ് അല്ലെങ്കിൽ എന്ത് വേരിയബിൾ ആണ്, ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ആണ്. കറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ, ഇല്ല. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെഷർ സോഷ്യൽ സ്റ്റാറ്റസ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ദെൻ കളറ്, ഇങ്ങനെ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ക്വാളിറ്റേറ്റീവ് വേരിയബിൾസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. They cannot be converted into quantitative data. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വാളിറ്റേറ്റീവ് ഡേറ്റയെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അവിടെയാണ് എന്തിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് എന്ന് പറയുന്നത്, സ്കെയിലിംഗിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, മെഷർമെന്റ് ഓർ സ്കെയിലിംഗ് ഇംപ്ലൈസ്. അപ്പൊ മെഷർമെന്റ് അല്ലെങ്കിൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത് ഇസ് പ്യൂർലി മീൻസ് ദ കൺവേർഷൻ ഓഫ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഇൻറ്റു ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. അതായത് ക്വാളിറ്റേറ്റീവ് ഡേറ്റയെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്ന, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെഷർമെന്റ് അല്ലെങ്കിൽ സ്കെയിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ദെൻ എസെൻഷ്യൽസ് ഓഫ് സ്കെയിലിംഗ്. നമ്മൾ പലതരത്തിലുള്ള സ്കെയിലിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ സ്കെയിലിംഗ്സ് യൂസ് ചെയ്യാറുണ്ട്. അത് ഓൾറെഡി നമ്മൾ വരുന്ന മുറയ്ക്ക് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ആ സ്കെയിലിങ്ങിനൊക്കെ ഉണ്ടായിരിക്കേണ്ട സർട്ടൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം അസെഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് അതിന്റെ ഫീച്ചർഡ് അല്ലെങ്കിൽ എസെൻഷ്യൽ ക്വാളിറ്റി ആയിട്ട് വരുന്നതെന്നും അല്ലാത്തതെന്നും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോണ്ടിനം. ദാറ്റ് മീൻസ് ജഡ്ജിങ് ദ സ്കെയിലബിലിറ്റി ഓഫ് ദ ഫിനോമിനൻ അണ്ടർ സ്റ്റഡി. ഓക്കെ, നമ്മൾ ഒരു കാര്യത്തെ പറ്റി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയെ അല്ലെങ്കിൽ ഒരു ആക്ടിനെ പറ്റി നമ്മൾ പഠിക്കുവാണ്. അപ്പൊ അത് എത്രത്തോളം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, ഓക്കെ, അതിന്റെ സ്കെയിലബിലിറ്റി എന്താന്നുള്ളത് നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിനെയാണ് കോണ്ടിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ കോണ്ടിനം മീൻസ് ജഡ്ജിങ് ദ സ്കെയിലബിലിറ്റി ഓഫ് ദ ഫിനോമിനൻ അണ്ടർ സ്റ്റഡി. നമുക്ക് എത്രത്തോളം ഈസി ആയിട്ട് അത് മെഷർ ചെയ്യാൻ പറ്റും, എന്തുമാത്രം എഫേർട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും ആ സ്കെയിലിംഗ് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പോൾ സ്കെയിലബിലിറ്റി ജഡ്ജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, കോണ്ടിനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ജഡ്ജിങ് ദി സ്കെയിലബിലിറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ റിലയബിലിറ്റി. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് സ്കെയിലിംഗ് ഈസ് റിലയബിലിറ്റി. ഒരു സ്കെയിലിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്, റിലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് യു മീൻ ബൈ റിലയബിലിറ്റി? ദ സ്കെയിൽസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ സോഷ്യൽ ഫിനോമിനൻ മസ്റ്റ് ബി റിലയബിൾ. നമ്മൾ ഒരു സോഷ്യൽ ഫിനോമിനൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്കെയിൽ മസ്റ്റ് ബി, എങ്ങനെയുള്ള സ്കെയിൽ ആയിരിക്കണം, മസ്റ്റ് ബി റിലയബിൾ. ആ സ്കെയിൽ എങ്ങനെയുള്ളതായിരിക്കണം, മസ്റ്റ് ബി റിലയബിൾ. ഓക്കെ, ഇനി റിലയബിലിറ്റി മീൻസ് ദാറ്റ് ഇറ്റ് ഷുഡ് കൺസിസ്റ്റന്റ്ലി പ്രൊഡ്യൂസ് ദ സെയിം റിസൾട്ട്.
അപ്പൊ റിലയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളൊരു സ്കെയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിന് എന്തുണ്ടായിരിക്കണം? കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. അതായത് സെയിം റിസൾട്ട് ആയിരിക്കണം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന്റെ മീനിങ് ആണ് എന്തെന്ന് പറയുന്നത്? യൂണിഫോമിറ്റി. യൂണിഫോമിറ്റി മീൻസ് സെയിം. ഓക്കെ, കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ലൈൻ വരച്ചു. നോർമലി സ്കെയിൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാലോ? നമ്മൾ എല്ലാവരും സ്കെയിലിനെ പറ്റി കണ്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതാണോ, ഉപയോഗിച്ചിട്ടുള്ളതാണ്. നമ്മൾ വെറുതെ ഒരു കൈകൊണ്ട് നമുക്ക് എന്ത് വരയ്ക്കാം? ലൈൻ വരയ്ക്കാം. കറക്റ്റ് ആയിട്ട് ഇതിന്റെ എക്സാക്ട് മെഷർമെന്റ് നമുക്ക് അറിയാൻ പറ്റില്ല. എന്നാൽ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ഇത് എത്ര സെന്റിമീറ്റർ ആണ് അല്ലെങ്കിൽ എത്ര മീറ്റർ ആണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ലൈൻ നമ്മൾ വരച്ചു. ഇതെന്ന് പറയുന്നത് ഒരു 10 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഈ ലൈനിന്റെ എന്തെന്ന് പറയുന്നത്? ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്ര സെന്റിമീറ്റർ ആണ്? 10 സെന്റിമീറ്റർ ആണ്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ വീണ്ടും ഇത് മെഷർ ചെയ്യുകയാണ്. ഇതിന്റെ നമ്മളിപ്പോ ഈ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുകയോ കോൺട്രാക്ട് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല എങ്കിൽ ഈ റിസൾട്ട് നമ്മൾ ഇനി ഇന്നല്ല ഇനി എന്ന് നോക്കിയിരുന്നാലും കറക്റ്റ് മെഷർമെന്റ് അല്ലെങ്കിൽ യൂണിഫോം മെഷർമെന്റ് തന്നെയായിരിക്കും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ഈ സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമോ? ഇല്ല. ഇപ്പൊ റിലയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൺസിസ്റ്റൻസി, യൂണിഫോമിറ്റി. കൺസിസ്റ്റൻസി ഓർ യൂണിഫോമിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? റിലയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ validity. A scale is called valid if it measures correctly what expected to measure. Validity implies correct measurement. വാലിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? കറക്റ്റ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യണം. ഇപ്പൊ സ്കെയിൽ ഉപയോഗിച്ച് ഈ ഒരു ലൈൻ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ആ കറക്റ്റ് നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്, ഇത് ഏകദേശം ഒരു 10 സെന്റിമീറ്റർ വരും അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ വരും എന്ന് നമ്മൾ പറഞ്ഞിട്ട് ആ സ്കെയിൽ ഉപയോഗിച്ച് ഇത് മെഷർ ചെയ്യുമ്പം എക്സാക്ട് എന്തുണ്ട് എന്നുണ്ടെങ്കിൽ 10 സെന്റിമീറ്റർ അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് എന്താന്ന് പറയാം? വാലിഡ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്കെയിൽ ഈസ് കോൾഡ് ഇഫ് വാലിഡ് ഇറ്റ് മെഷേഴ്സ് കറക്റ്റ്ലി. കറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ട് എന്ന് പറയാൻ പറ്റുന്നത്? വാലിഡിറ്റി ഉണ്ട് എന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ വാലിഡിറ്റി പ്യൂർലി ഇംപ്ലൈസ് ദാറ്റ് കറക്റ്റ് മെഷർമെന്റ്. That is correct measurement. Then weighting items. സ്കെയിലിങ്ങിന്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സ്കെയിലിങ്ങിന് ഉണ്ടായിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആണ് ഇതെന്ന് പറയുന്നത് വെയ്റ്റിംഗ് ഐറ്റംസ്. സ്കെയിൽ ബിക്കംസ് മോർ വാലിഡ്. ഒരു സ്കെയിൽ എപ്പോഴാണ് കൂടുതൽ വാലിഡ് ആയിട്ട് മാറുന്നത് എന്ന് ചോദിച്ചാൽ, ഇറ്റ് പ്രോപ്പർ വെയ്റ്റ്സ് ആർ ഗിവൻ ടു വേരിയസ് പോയിന്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ സ്കെയിൽ. നമ്മൾ പ്രോപ്പർ വെയിറ്റ് അസൈൻ ചെയ്യുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്? ഒരു സ്കെയിൽ എന്ന് പറയുന്നത് മോർ വാലിഡ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ എടുക്കാം. ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ? യെസ് എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്, യെസ് അല്ലെങ്കിൽ നോ. ഇപ്പൊ യെസിന് നമ്മൾ കൊടുക്കുന്നു 1 മാർക്ക്, നോക്ക് നമ്മൾ കൊടുക്കുന്നു 2 മാർക്ക്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ വെയിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേരിയബിൾസ് എന്ന് പറഞ്ഞില്ലേ, ആ വേരിയബിൾസ് അല്ലെങ്കിൽ ആ ഒരു ആട്രിബ്യൂട്ടിന് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിന് നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ള വെയിറ്റ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഓരോന്നിനും പ്രോപ്പർ ആയിട്ടുള്ള വെയിറ്റ് നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു സ്കെയിൽ എന്ന് പറയുന്നത് മോർ വാലിഡ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇക്വാലിറ്റി ഓഫ് യൂണിറ്റ്സ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന യൂണിറ്റ്സിൽ എന്തുണ്ടായിരിക്കണം? ഇക്വാലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ജെൻഡർ കൺസിഡർ ചെയ്യുന്നു. ഒരു റെസ്പോണ്ടന്റിന്റെ ജെൻഡർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ജെൻഡർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ജെൻഡർ മേ ബി ഫീമെയിൽ ആകാം, മെയിൽ ആകാം, ദെൻ മേ ബി ട്രാൻസ്ജെൻഡേഴ്സ് ആകാം. If the respondent is female, we will give 1 mark. Then the respondent is male, we will give 2 mark. Then transgenders, we will give 3 marks. Okay? അപ്പോൾ നമ്മൾ ജെൻഡർ കൺസിഡർ ചെയ്യുമ്പോൾ ഫീമെയിൽ ആണെങ്കിൽ എത്ര മാർക്ക് കൊടുക്കും? 1 മാർക്ക്. ഇനി മെയിൽ ആണെങ്കിൽ നമ്മൾ എത്ര മാർക്ക് കൊടുക്കും? 2 മാർക്ക്. ഇനി ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിൽ നമ്മൾ എത്ര മാർക്ക് കൊടുക്കും? 3 മാർക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ മാർക്ക് അസൈൻ ചെയ്തു.
ഇനി ഒരു 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ വീണ്ടും മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഒരു വാല്യൂ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മളിപ്പോൾ ഒരു റിസർച്ച് വർക്കിൽ ഇപ്പോൾ മെയിലിന് അല്ലെങ്കിൽ ഫീമെയിലിന് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് എത്രയാണോ വാല്യൂ ഫിക്സ് ചെയ്തത് അത് യൂണിഫോം ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. ദാറ്റ് മീൻസ് ഇക്വാലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇക്വാലിറ്റി മീൻസ് കൺസ്ട്രക്ഷൻ ഓഫ് ദ സ്കെയിൽ ഇൻവോൾവ്സ് ഓർഡറിംഗ് ഓർ റാങ്കിങ് ഓഫ് യൂണിറ്റ്സ് ഓഫ് എ കോണ്ടിനം. നമ്മൾ എന്ത് ചെയ്തു? സ്കെയിലബിലിറ്റി മെഷർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? വാല്യൂ അസൈൻ ചെയ്തു. ഇഫ് യൂണിറ്റ്സ് ആർ അൺഈക്വൽ, യൂണിറ്റ്സ് എന്ന് പറയുന്നത് അൺഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ ദ കൺസ്ട്രക്ഷൻ ഓഫ് സ്കെയിൽസ് ബിഗെയിം മോർ ഡിഫിക്കൽട്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്കെയിലിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് മോർ ഡിഫിക്കൽട്ട് ടു കൺസ്ട്രക്ട് സ്കെയിൽ. ദെൻ ഇക്വാലിറ്റി ഓഫ് യൂണിറ്റ്സ്, നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ആ യൂണിറ്റ്സിന്റെ ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ടു അല്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു മെഷർ ദ സ്കെയിൽ അല്ലെങ്കിൽ സ്കെയിലബിലിറ്റി. ഓക്കെ, ഇതാണ് ഇക്വാലിറ്റി ഓഫ് യൂണിറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇക്വാലിറ്റി ഓഫ് യൂണിറ്റ് ഈസ് എ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സ്കെയിൽ ബട്ട് നോട്ട് എസെൻഷ്യൽ ഫോർ സൗണ്ട് സയന്റിഫിക് പ്രൊസീജിയർ. ഈ ഇക്വാലിറ്റി എന്നുള്ളത് എന്താണ്? ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ആണ്. എന്തിന്റെ? സ്കെയിൽസിന്റെ. പക്ഷേ അതെന്ന് പറയുന്നത് എന്തല്ല? ഒരു സൗണ്ട് സയന്റിഫിക് പ്രൊസീജിയർ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. അപ്പൊ മേ ബി ഇങ്ങനെ തന്നെ ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ നമുക്ക് തന്നേക്കാം. ഇക്വാലിറ്റി ഓഫ് യൂണിറ്റ് ഈസ് ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക് ബട്ട് നോട്ട് എസെൻഷ്യൽ ഫോർ സൗണ്ട് സയന്റിഫിക് പ്രൊസീജിയർ. ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു പ്രൊസീജിയർ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോഴേക്കും ഈ ഒരു ആസ്പെക്ട് അല്ലെങ്കിൽ ഈ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എസെൻഷ്യൽ. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫിക്കൽട്ടീസ് ഇൻ സ്കെയിലിംഗ് ആണ്. സ്കെയിലിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്യാറുണ്ട്. ആ പ്രോബ്ലംസ് ഒക്കെയാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്പർ ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്? ഹിയർ ലിസ്റ്റഡ്. ഫസ്റ്റ് വൺ, കോംപ്ലക്സിറ്റി ഓഫ് സോഷ്യൽ ഫിനോമിന. നമ്മുടെ സോഷ്യൽ ഫിനോമിന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു റിസർച്ചർ റിസർച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, നമ്മുടെ സൊസൈറ്റിയിലോട്ട് നമ്മുടെ പബ്ലിക്കിലോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പൊ റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ, പ്ലേസ് ടു പ്ലേസ്, ഇവരുടെ ക്യാരക്ടറിസ്റ്റിക് ബിഹേവിയർ ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നതാണ്? ചേഞ്ച് ചെയ്യുന്നതാണ്. അങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഓരോ വേരിയബിളിനെയും നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാ പേർക്കും ഒരേ ക്യാരക്ടറിസ്റ്റിക് ആയിരുന്നുവെങ്കിൽ, ദാറ്റ് മീൻസ് കോൺസ്റ്റന്റ് ആയിരുന്നുവെങ്കിൽ ഇവിടെ വേരിയബിൾസിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നില്ല. അപ്പൊ വേരി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നത്? ഈ വേരിയബിൾസിനെ കൺസിഡർ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഡിഫിക്കൽട്ടി ഫേസ്ഡ് ഇൻ സ്കെയിലിംഗ് എന്ന് പറയുന്നത് കോംപ്ലക്സിറ്റി ഓഫ് സോഷ്യൽ ഫിനോമിന. ഡിഫറെന്റ് ഏരിയയിൽ ചെല്ലുമ്പോഴേക്കും അല്ലെങ്കിൽ ഡിഫറെന്റ് പേഴ്സൺ ടു പേഴ്സൺ ഒക്കെ എന്താണ്? ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് എന്തായിരിക്കും? അവരെ ഡീൽ ചെയ്യേണ്ടി വരുന്നത് വളരെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ചേഞ്ച് ഇൻ ഹ്യൂമൻ ബിഹേവിയർ. നമുക്കറിയാം ചില ആൾക്കാരെന്ന് പറയുന്നത് ഇപ്പൊ ചോദിക്കുന്ന അഭിപ്രായമായിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ അവർ പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ കാണിക്കുന്ന ബിഹേവിയർ ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ അവർ കാണിക്കുന്നത്. ദ ബിഹേവിയർ ഓഫ് ദ പേഴ്സൺ ഓർ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പേഴ്സൺ ഈസ് ചേഞ്ചിങ് ഫ്രം ടൈം ടു ടൈം. അവർ സമയം പോലെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അവരുടെ ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കൺഫൈൻഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് റിസർച്ചർ ഒരു റെസ്പോണ്ടന്റിന്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്യുമ്പോൾ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ ചേഞ്ചിങ് ബിഹേവിയർ എന്ന് പറയുന്നത് വളരെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ സ്കെയിലിംഗ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു, ഓക്കെ, ഇപ്പൊ ഫാസ്റ്റ് ഫുഡ് ഇഷ്ടപ്പെടുന്നവരാണോ അല്ലയോ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? യെസ് ആണെങ്കിൽ നമ്മളൊരു വാല്യൂ കൊടുക്കുന്നു, നോ ആണെങ്കിൽ ഒരു വാല്യൂ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പൊ അവരെന്ത് ചെയ്തു? കുറച്ച് മുന്നേ നമ്മൾ 1 മണിക്കൂർ മുന്നേ ചോദിച്ചപ്പോൾ പറഞ്ഞു ഫാസ്റ്റ് ഫുഡിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഫേവർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ സ്കെയിലിംഗിൽ എന്ത് ചെയ്തു? മാർക്ക് കൊടുത്തു. ഒരു കുറച്ച് നേരം നമ്മൾ അവിടേക്ക് ഒന്ന് ചുറ്റിപ്പറ്റി നിന്നിട്ട് കുറച്ചൊന്ന് പോയിട്ട് വീണ്ടും വന്നപ്പോൾ ആ റെസ്പോണ്ടന്റിന്റെ അടുത്ത് തന്നെ വന്നു. ഒന്നുകൂടി നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ്, മാറ്റി പറയുകയാണ്, എന്തെന്ന് പറയുന്നു? ഞാനത് യൂസ് ചെയ്യാറേ ഇല്ല. അപ്പൊ ഈ നമ്മൾ സ്കെയിലിങ്ങിന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത സ്കെയിലിംഗ് ഒക്കെ തന്നെ അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ചേഞ്ച് ഇൻ ഹ്യൂമൻ ബിഹേവിയർ ഈസ് വൺ ഓഫ് ദ ഡിഫിക്കൽട്ടി ദാറ്റ് ആർ ഫേസ്ഡ് ഇൻ ദ സ്കെയിലിംഗ്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് വൺ ഹെട്രോജീനിറ്റി ഇൻ ദ നേച്ചർ ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഇത് രണ്ടും നമുക്ക് ഏകദേശം സിമിലർ ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. ഹെട്രോജീനിയസ് മീൻസ് ഹോമോജീനിയസ് അല്ല, ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള നേച്ചറുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നത്, ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള നേച്ചറിലേക്ക് പോകുമ്പോഴേക്കും സ്കെയിലിങ്ങും എന്തായിട്ട് വരും, ഡിഫിക്കൽട്ടായിട്ട് വരും. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള സ്കെയിലിംഗ് ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അക്കോർഡിംഗ് ടു ദ ഡിഫറെന്റ് നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സ്കെയിലിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട്. Then last one, qualitative nature of the social phenomena. Certain aspect നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് എന്നൊരു ഘടകമുണ്ട്. ക്വാളിറ്റേറ്റീവ് നമ്മൾ പറഞ്ഞതാണ്, നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റാത്ത തരത്തിലുള്ള നേച്ചറിലുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പോൾ സ്കെയിലിംഗിൽ ഫേസ് ചെയ്യുന്ന മറ്റൊരു ഡിഫിക്കൽട്ടിയാണ് വി ഹാവ് ടു കൺസിഡർ ദ ക്വാളിറ്റേറ്റീവ് നേച്ചർ ഓഫ് ദ സോഷ്യൽ ഫിനോമിന. ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, കാരണം എന്തുകൊണ്ടാണ്, നമുക്കത് മെഷർ ചെയ്യുമ്പോൾ എക്സാക്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സ്കെയിലിംഗിൽ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ്. ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിങ് സെക്ഷനാണ്. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് ഇതുവരെ പറഞ്ഞതൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, റിസർച്ച് എന്താന്ന് പറഞ്ഞു. റിസർച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ആക്ട് ആണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. റിസർച്ച് സിംപ്ലി മീൻസ് റീ പ്ലസ് സെർച്ച്. ഓക്കെ, റീ പ്ലസ് സെർച്ച് ആണ് എന്തെന്ന് പറയുന്ന റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വേരിയബിൾസ് പറഞ്ഞു. വേരിയബിൾസ് എന്ന് പറയുന്നത് റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിസർച്ചിന്റെ എലമെന്റ് ആണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഒത്തിരി എലമെന്റ്സ് ഉണ്ട്, എന്നാലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് വേരിയബിൾ എന്ന് പറയുന്നത്. വേരിയബിൾ എന്ന് പറയുന്ന നമ്മൾ പഠിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെയോ നമ്മൾ എന്ത് ഒബ്ജക്റ്റ് ആണോ നമുക്കറിയില്ല, മേ ബി അത് ഒബ്ജക്റ്റ് ആവാം, ആർട്ടിക്കിൾ ആവാം, ദെൻ എനിത്തിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെയുള്ള എന്തും തന്നെ ആവാം. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ മെഷർ ചെയ്യാനും അതിന് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് അസൈൻ ചെയ്യാനും പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് വേരിയബിൾ. ഇനി എന്തുകൊണ്ട് അതിനെ വേരിയബിൾ എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ വാല്യൂ വേരി ചെയ്യുന്നത് കൊണ്ടാണ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ വേരിയബിൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് സ്കെയിലാണ്. ഓക്കെ, സ്കെയിൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല, കുഞ്ഞു ക്ലാസ് മുതലേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതും കണ്ടിട്ടുമുള്ളതുമാണ്. സ്കെയിലിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ പ്രൊസീജിയർ. ഓക്കെ, that means we put or assign some values or scores to the attitude or object or anything. അതായത് നമുക്ക് എന്ത് ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ വേരിയബിൾസിന് നമ്മൾ എന്ത് അസൈൻ ചെയ്യുന്ന സ്കോർസ് അല്ലെങ്കിൽ വാല്യൂ അസൈൻ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സ്കെയിലിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു സ്കെയിലിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ടൈപ്സ് ഉണ്ട്, എന്നാൽ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയായിരുന്നു, ക്വാണ്ടിറ്റേറ്റീവും അതേപോലെ തന്നെ ക്വാളിറ്റേറ്റീവും. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് ഈസിലി അതിനെ എന്ത് ചെയ്യാൻ പറ്റും, സ്കെയിൽ ചെയ്യാനും പറ്റുന്നതാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്, നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാനോ വാല്യൂ അസൈൻ ചെയ്യാനോ പറ്റാത്തതാണെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് വേരിയബിൾ ഈസ് കോൾഡ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾ. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, സ്കെയിലിങ്ങിന് ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽസ് ഓർ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു, കോണ്ടിന്യൂം പറഞ്ഞു. ദാറ്റ് മീൻസ് സ്കെയിലബിലിറ്റി, ജഡ്ജ് ഇൻ ദ സ്കെയിലബിലിറ്റി. രണ്ടാമത് നമ്മൾ പറഞ്ഞതാണ് വാലിഡ് എന്ന് പറയുന്നത്. വാലിഡിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു മെയിൻ ചെയ്യുന്നത്, വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിൽ എന്ന് പറയുന്നത് മസ്റ്റ് ബി വാലിഡ് ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന റിലയബിലിറ്റി ഇംപ്ലൈസ് ദാറ്റ് കൺസിസ്റ്റൻസി. ദെൻ നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു ഇക്വാലിറ്റി ഓഫ് യൂണിറ്റ്സും അതോടൊപ്പം തന്നെ വെയിറ്റിങ്ങും. വെയിറ്റ് മീൻസ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ വെയിറ്റ് അസൈൻ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, വെയിറ്റിംഗ് ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് എന്ന് പറയുന്ന അൺഈക്വൽ ആണെങ്കിൽ വി കനോട്ട് മെഷർ ദി സ്കെയിലബിലിറ്റി. ഓക്കെ, ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഒരു എന്തിനു വേണ്ടുന്ന വേരിയബിൾസിന് ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു,
ഡിഫിക്കൽട്ടീസ് ഇൻ സ്കെയിലിംഗ് ആണ്. ഒന്നെന്ന് പറയുന്നത് കോംപ്ലക്സിറ്റി ഓഫ് സോഷ്യൽ ഫിനോമിന, ചേഞ്ച് ഇൻ ഹ്യൂമൻ ബിഹേവിയർ, ദെൻ ഹെട്രോജിനിറ്റി ഇൻ ദ നേച്ചർ ഓഫ് ഹ്യൂമൻ ബീങ്സ്, ദെൻ ക്വാളിറ്റേറ്റീവ് നേച്ചർ ഓഫ് ദി സോഷ്യൽ ഫിനോമിന. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ സ്കെയിലിംഗിൽ ഫേസ് ചെയ്യുന്ന സം ഡിഫിക്കൽട്ടീസ്. ദെൻ നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ഏരിയയിലേക്ക് പോകാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസറും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് യൂസിങ് സ്കെയിൽസ് ഇൻ സോഷ്യൽ സയൻസ് റിസർച്ച്? നമുക്കിപ്പോൾ ഈ ഓപ്ഷൻ കാണാതെ തന്നെ അറിയാം. ചോദ്യം എന്തായിരുന്നു? വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ്? നമ്മൾ സോഷ്യൽ സയൻസ് റിസർച്ചിൽ സ്കെയിൽസ് യൂസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടന്റ് പ്രൈമറി പർപ്പസ് ഓർ പ്രൈമറി ഒബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? സ്കെയിൽ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു മെഷർ ദി വേരിയബിൾസ്. എന്തിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? വേരിയബിൾസിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സ്കെയിൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. ടു പ്രഡിക്റ്റ് ഫ്യൂച്ചർ ഇവന്റ്സ്. സ്കെയിലിങ്ങും അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇവന്റ്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വേരിയബിളിനെ നമ്മൾ മെഷർ ചെയ്യുക ശരിക്കും ചെയ്യുന്ന എന്തിലെന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്കെയിലിംഗിൽ. ഓക്കെ, അപ്പോൾ ടു പ്രഡിക്റ്റ് ദ ഫ്യൂച്ചർ ഇവന്റ്സ് എന്തായാലും ഇതിന്റെ ഓപ്ഷനായിട്ട് വരുന്ന ഒന്നല്ല. ഭാവി പ്രഡിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളതും ഇതും തമ്മിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, ദെൻ ടു മെഷർ ദ വേരിയബിൾസ്. നമുക്കറിയാം സ്കെയിലിംഗ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വേരിയബിൾസിനെ മെഷർ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് വരാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ടു ക്ലാസിഫൈ ദ റിസർച്ച് ഫീൽഡ്. റിസർച്ച് ഫീൽഡിനെ നമ്മൾ പലതായിട്ട് ഇപ്പൊ സയന്റിഫിക്, സയൻസ്, എക്കണോമിക്സ് അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണോ ശരിക്കും സ്കെയിലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്? അല്ല. അപ്പം ഇതുമല്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഇന്റർപ്രറ്റ് ഡേറ്റ ക്വാളിറ്റേറ്റീവ്ലി. ക്വാളിറ്റേറ്റീവ്ലി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡേറ്റ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനെയാണ് സ്കെയിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ സ്കെയിലിംഗിന്റെ പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഡേറ്റയുടെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുമല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരുന്നത് എന്ന് പറയുന്നത്? ടു മെഷർ വേരിയബിൾ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് യൂസിങ് സ്കെയിൽസ് ഇൻ സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് ചോദിച്ചാൽ എന്താണ്? എന്ത് മെഷർ ചെയ്യുക എന്നുള്ളതാണ്? വേരിയബിൾ മെഷർ ചെയ്യുക എന്നുള്ളതാണ് എന്തിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്? സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിലയബിലിറ്റി ഇൻ സ്കെയിൽ ഇംപ്ലൈസ് ദാറ്റ്. പറഞ്ഞതാണ് റിലയബിലിറ്റി എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ് കൺസിസ്റ്റൻസി ഓർ യൂണിഫോമിറ്റി. ഓക്കെ, ഇത് നമ്മുടെ മനസ്സിൽ വരണം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ദ സ്കെയിൽ ഈസ് പോപ്പുലർ. സ്കെയിൽ പോപ്പുലർ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എന്തിനെ ബാധിക്കുന്ന കാര്യമല്ല, സ്കെയിലിനെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ റിലയബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ആസ്പെക്ട് അല്ല. ദെൻ കൺസിഡർ പ്രൊഡക്ഷൻ ഓഫ് ദ സെയിം റിസൾട്ട്. സെയിം റിസൾട്ട് എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുക. കൺസിസ്റ്റന്റ് പ്രൊഡക്ഷൻ ഓഫ് ദി സെയിം റിസൾട്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞു ഇല്ലേ? നമ്മളിനി ഇപ്പൊ നോക്കിയാലും എപ്പോ നോക്കിയാലും ഈ ലൈനിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? കറക്റ്റ് തന്നെയായിരിക്കും, സെയിം റിസൾട്ട് തന്നെയായിരിക്കും. അപ്പൊ കൺസിസ്റ്റന്റ് പ്രൊഡക്ഷൻ ഓഫ് ദ സെയിം റിസൾട്ട് എപ്പോ നോക്കിയാലും നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? സെയിം റിസൾട്ട് തന്നെയായിരിക്കും. ഓക്കെ, ഇത് ആൻസർ ആയിട്ട് പറയാം. ഇതിനേക്കാളും ആപ്റ്റ് ആയിട്ടുള്ളതുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ കറക്റ്റ് മെഷർമെന്റ് ഓഫ് വേരിയബിൾസ്. സ്കെയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വേരിയബിൾസിനെ മെഷർ ചെയ്യുന്നതാണ്. ഓക്കെ, പക്ഷെ നമുക്കിവിടെ വേണ്ടത് നമുക്ക് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിലയബിലിറ്റി ഇൻ സ്കെയിൽ ഇംപ്ലൈസ് ദാറ്റ്. എന്താണ് റിലയബിലിറ്റി ഇൻ സ്കെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അപ്പം ഇതുമല്ല. ദെൻ നെക്സ്റ്റ് വൺ, ദ സ്കെയിൽ ഈസ് ഈസി ടു യൂസ്. ഉപയോഗിക്കാൻ എളുപ്പമാണ്. അതെന്ന് പറയുന്നത് നമുക്കൊരു ക്വാളിറ്റി ആയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പം എന്തായിരുന്നു റിലയബിലിറ്റി ഇൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്? കൺസിസ്റ്റന്റ് പ്രൊഡക്ഷൻ ഓഫ് ദ സെയിം റിസൾട്ട്. നമ്മൾ എപ്പോൾ കിട്ടിയിരുന്നാലും അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും നമുക്ക് എന്ത് തന്നെ കിട്ടണം? കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പൊ ആൻസർ എന്താണ്? ബി. ഓക്കെ, കൺസിസ്റ്റന്റ് പ്രൊഡക്ഷൻ ഓഫ് ദി സെയിം റിസൾട്ട്. നെക്സ്റ്റ് വൺ, ഇക്വാലിറ്റി ഓഫ് യൂണിറ്റ്സ് ഇൻ എ സ്കെയിൽ കൺസ്ട്രക്ഷൻ ഈസ്. ഇക്വാലിറ്റി നമ്മൾ പറഞ്ഞതായിരുന്നു. എന്തായിരുന്നു? ഈക്വൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം അല്ലേ? ഇനി അൺഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഡിഫിക്കൽട്ട് ടു സ്കെയിൽ ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആണെങ്കിൽ കോംപ്ലക്സ് ടാസ്ക് ആണ്. ഓക്കെ, അപ്പൊ ഇക്വാലിറ്റി ഓഫ് യൂണിറ്റ്സ് ഇൻ എ സ്കെയിൽ കൺസ്ട്രക്ഷൻ ഈസ് നമുക്ക് നോക്കാം. എസെൻഷ്യൽ ഫോർ എ സൗണ്ട് സയന്റിഫിക് പ്രൊസീജിയർ. ഒരു സൗണ്ട് ആയിട്ടുള്ള സയന്റിഫിക് പ്രൊസീജിയറിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്ന് പറയുന്നത്. ദെൻ നോട്ട് നെസസറി ഫോർ കൺസ്ട്രക്ടിങ് എ സ്കെയിൽ. എന്തിനാവശ്യമില്ല? സ്കെയില് കൺസ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നതാണോ? അതോടൊപ്പം തന്നെ ഡിസൈറബിൾ ബട്ട് നോട്ട് എസെൻഷ്യൽ. അതായത് ഡിസൈറബിൾ ആണ്, പക്ഷെ അത് എന്തായിട്ടുള്ള ഘടകമല്ല, എസെൻഷ്യൽ ആയിട്ട് വേണമെന്ന് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഏതിൽ പറയുന്നില്ല? ഈ പറഞ്ഞ സ്കെയിലിങ്ങിന് നമ്മൾ പറയുന്നില്ല. ദെൻ ഓൺലി ഇമ്പോർട്ടന്റ് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയിൽ മാത്രമേ നമ്മൾ ഇക്വാലിറ്റി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എൻഷർ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല.
അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇതെന്തായാലും വരില്ല, ദെൻ ഇത് വരില്ല, ദെൻ എന്തായിരിക്കും പറയുന്നത്? ഏതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നു എന്ന് പറയുന്നത്? സി, ദാറ്റ് ഈസ് ഡിസൈറബിൾ ബട്ട് നോട്ട് എസെൻഷ്യൽ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ അതിന്റെ ഫീച്ചർ അല്ലെങ്കിൽ ആ എസെൻഷ്യൽ പറഞ്ഞ സമയത്ത് അടിവരായിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇക്വാലിറ്റി ഓഫ് യൂണിറ്റ്സ് ഇൻ എ സോഷ്യൽ സ്കെയിൽ കൺസ്ട്രക്ഷൻ ഈസ് ഡിസൈറബിൾ ബട്ട് നോട്ട് എസെൻഷ്യൽ. ഡിസൈറബിൾ ആണ്, പക്ഷെ നിർബന്ധമൊന്നും ഇല്ല ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത്. ദെൻ വാട്ട് ഈസ് എ മേജർ ചാലഞ്ച് ഇൻ സ്കെയിലിംഗ് ഡ്യൂ ടു നേച്ചർ ഓഫ് സോഷ്യൽ ഫിനോമിന? നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്തിനെയാണ്? സോഷ്യൽ ഫിനോമിനയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചലഞ്ച്, വെല്ലുവിളി എന്താണ് എന്നതാണ്. നമുക്ക് നോക്കാം. ദർ ആർ ഈസിലി ക്വാണ്ടിഫയബിൾ. അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. അത് നമ്മളെ സംബന്ധിച്ചുള്ള ചലഞ്ച് ആണോ? അല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ദേ ആർ കൺസിസ്റ്റന്റ് ഓവർ ടൈം. എന്താണെന്നുള്ളത്? എപ്പോഴും അത് എന്തായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത്? കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത്. അത് നമ്മളെ സംബന്ധിച്ച് എന്തല്ല? ഒരു വെല്ലുവിളിയല്ല, ബെറ്റർ ആണ്. ഓക്കെ, ദെൻ ദേ ആർ കോംപ്ലക്സ് ആൻഡ് ചേഞ്ചബിൾ. കോംപ്ലക്സുമാണ്, ചേഞ്ചബിളുമാണ്. അത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വെല്ലുവിളിയാണ് അല്ലെ. ഈ ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്ങും കോംപ്ലക്സിറ്റിയും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു സ്കെയിലിംഗ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ട് അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ട് മാറുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അത് സ്കെയില് ചേഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു എന്താണ്? ചലഞ്ചായിട്ട് മാറാം. അതേപോലെ തന്നെ ദേ ആർ ഹോമോജീനിയസ്. ഹോമോജീനിയസ് ആണെങ്കിൽ പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഏതായിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരുന്നു എന്ന് പറയുന്നത്? സി ആയിരിക്കും. ദേ ആർ കോംപ്ലക്സ് ആൻഡ് ചേഞ്ചബിൾ. ഇതാണ് നമ്മൾ എന്തിൽ ഫേസ് ചെയ്യുന്നത്? സ്കെയിലിംഗിൽ ഫേസ് ചെയ്യുന്ന ഒരു മേജർ ചലഞ്ച് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഡസ് വാലിഡിറ്റി ഇൻ സ്കെയിൽ ഇംപ്ലൈ? വാലിഡിറ്റി നമ്മൾ പറഞ്ഞതാണ്. വാലിഡിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു? ആക്യുറേറ്റ് മെഷർമെന്റ്. അതാണ് നമ്മൾ ടേം കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, വാലിഡിറ്റി എന്ന് പറയുന്നത് ആക്യുറേറ്റ് മെഷർമെന്റ്. ഓക്കെ, ഇനി നമുക്ക് വായിച്ചു നോക്കാം. ഇറ്റ് മെഷേഴ്സ് വാട്ട് ഈസ് സപ്പോസ്ഡ് ടു മെഷർ ആക്യുറേറ്റ്ലി. കൃത്യമായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, വരാം. ദെൻ ഇറ്റ് പ്രൊഡ്യൂസ് കൺസിസ്റ്റന്റ് റിസൾട്ട്. കൺസിസ്റ്റന്റ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് എന്താണ്? റിലയബിലിറ്റി ആണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതല്ല. ദെൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ വേരിയസ് ടൈപ്സ് ഓഫ് റിസർച്ച്. ഇനി വാലിഡിറ്റി അല്ല, എന്ത് തന്നെ ആയിരുന്നാലും നമുക്ക് എല്ലാ ടൈപ്സ് ഓഫ് റിസർച്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ വാലിഡിറ്റി എന്നത് എല്ലാ ടൈപ്സ് ഓഫ് റിസർച്ചിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നതിന്റെ മീനിങ് അല്ല. ഓക്കെ, ദെൻ എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് വെറൈറ്റി ഓഫ് ഐറ്റംസ്. വെറൈറ്റി ഓഫ് ഐറ്റം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണമെന്നുണ്ടോ? ഇല്ല. അപ്പം ഇതുമല്ല. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നു എന്ന് പറയുന്നത്? ഇറ്റ് മെഷേഴ്സ് വാട്ട് ഈസ് സപ്പോസ്ഡ് ടു മെഷർ ആക്യുറേറ്റ്ലി. എന്താണോ നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ മെഷർ ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ട് എന്ന് പറയാൻ പറ്റുന്നത്? വാലിഡിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ ആൻസർ എന്താണ്? എ. ഓക്കെ, ദെൻ the process of assigning numbers or scores to various degrees of opinions or attitudes are known as. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? വേരിയബിൾസിന് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സിനും ഒപ്പീനിയനും ഒക്കെ തന്നെ എന്ത് ചെയ്യുകയാണ്? നമ്മൾ എന്ത് അസൈൻ ചെയ്യുന്നത്? നമ്പേഴ്സ് അല്ലെങ്കിൽ സ്കോർ അസൈൻ ചെയ്ത പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണെന്നുള്ളതാണ്. റേറ്റിംഗ് ആണോ? അല്ല. റാങ്കിങ് ആണോ? അല്ല. ഇനി സ്കെയിലിംഗ് ആണോ? അതെ. ദെൻ കാറ്റഗറൈസിങ് ആണോ? അല്ല. അപ്പോൾ എന്താണ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്? നമ്മൾ വേരിയബിൾസിന് അല്ലെങ്കിൽ ഡിഫറെന്റ് ഒപ്പീനിയൻസ്, ആറ്റിറ്റ്യൂഡ്സ്, അതുപോലെ തന്നെ പല കോൺസെപ്റ്റിനൊക്കെ നമ്മൾ എന്ത് അസൈൻ ചെയ്യുന്ന? വാല്യൂസ് അല്ലെങ്കിൽ സ്കോർ അസൈൻ ചെയ്ത പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സ്കെയിലിംഗ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്യാരക്ടറിസ്റ്റിക് ഈസ് എസെൻഷ്യൽ ഫോർ എ സ്കെയിൽ ടു ബി കൺസിഡേർഡ് വാലിഡ്? ഇതിൽ പറയുന്നതിൽ ഏത് ക്യാരക്ടറിസ്റ്റിക് ആണ് നമ്മുടെ സ്കെയില് വാലിഡ് ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യുന്നത് എന്നതാണ്. ഇറ്റ് മസ്റ്റ് ബി കോംപ്ലക്സ്. കോംപ്ലക്സ് എന്ന് പറയുന്നത് വാലിഡിറ്റി മെഷർ ചെയ്യുന്ന ഒരു കാര്യമാണോ? ആവണമെന്നില്ല. ഓക്കെ, then it must be measure what it is intended to accurately. ഇല്ലേ, നമ്മൾ എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ നമുക്ക് കൃത്യമായി കിട്ടുമ്പോഴാണ് അവിടെ എന്ത് എൻഷർ ചെയ്യാൻ പറ്റുന്നത്? വാലിഡിറ്റി എൻഷർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതെന്തായാലും ഇതായിട്ട് വരുന്നതാണ്. ദാറ്റ് ഈസ് വാലിഡിറ്റിയുടെ വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി പ്രൊഡ്യൂസ് വേരിയബിൾ റിസൾട്ട്. വേരിയബിളിന്റെ ഒരു വൺ ഓഫ് ദ ഫീച്ചർ ആണെന്ന് പറയുന്നത് വേരിയബിൾ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് മസ്റ്റ് ബി സിമ്പിൾ ആൻഡ് അഡ്മിനിസ്റ്റർ. വളരെ ഈസിയാണ് നമുക്കത് കൈകാര്യം ചെയ്യാനും അഡ്മിനിസ്റ്റർ ചെയ്യാനും ഒക്കെ തന്നെ. അതും എന്തല്ല? വാലിഡിറ്റിയുടെ ഒരു എസെൻഷ്യൽ ഫീച്ചർ അല്ല. അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്? ഇറ്റ് മസ്റ്റ് മെഷർ വാട്ട് ഇറ്റ് ഈസ് ഇന്റൻഡഡ് ടു ആക്യുറേറ്റ്ലി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ചാലഞ്ച് ഇൻ സ്കെയിലിംഗ് ഡ്യൂ ടു ദി ക്വാളിറ്റേറ്റീവ് നേച്ചർ ഓഫ് സോഷ്യൽ ഫിനോമിന? ഓക്കെ, സ്കെയിലിങ്ങിന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടിയാണ് എന്തെന്ന് പറയുന്നത്, സോഷ്യൽ ഫിനോമിനയുടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് അതിൻ്റെ ഒരു ചലഞ്ച് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഹോമോജിനിറ്റി ആണ്. ഹോമോജിനിറ്റി മീൻസ് എല്ലാം ഈക്വലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ സിംപ്ലിസിറ്റി ആകണമെന്നുണ്ടോ? സിംപ്ലിസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ചലഞ്ച് ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുമോ? അതൊരു ചലഞ്ച് അല്ല ശരിക്കും പറഞ്ഞാൽ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇതല്ല, ഹോമോജിനിറ്റി അല്ല. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഈസി ആക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്ന് പറയുന്നത് കോംപ്ലക്സിറ്റി. ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് എന്ന് പറയുന്നത് മെഷർ ചെയ്യാൻ പറ്റില്ല. കോംപ്ലക്സിറ്റി ആണ് വൺ ഓഫ് ദ ചാലഞ്ച് വി ആർ ഫേസിങ് in scaling due to the qualitative nature of the social phenomena. The next one, a scale that is both reliable and valid. ഒരു സ്കെയിൽ എന്ന് പറയുന്നത് റിലയബിളും ആയിരിക്കണം വാലിഡും ആയിരിക്കണം. അങ്ങനെയെങ്കിൽ to produce consistent results and measure accurately what it is intended. കൺസിസ്റ്റന്റ് ആയിട്ടുള്ളതും അതോടൊപ്പം തന്നെ ആക്യുറേറ്റും ആയിട്ടുള്ള റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, ശരിയാണ്. ദെൻ ബി ഈസി ടു യൂസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. വളരെ ഈസിയും ആണ് നമുക്ക് മനസ്സിലാക്കാനും ഉപയോഗിക്കാനും. ഓക്കെ, അതെന്ന് പറയുന്നത് ഒരു സ്കെയിലിന്റെ റിലയബിലിറ്റിയോ അല്ലെങ്കിൽ വാലിഡിറ്റിയോ സ്പെസിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ഇതല്ല. നെക്സ്റ്റ് വൺ, പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ബിഹേവിയേഴ്സ് ആക്യുറേറ്റ്ലി. ഫ്യൂച്ചർ ബിഹേവിയേഴ്സ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നത് റിലയബിലിറ്റിയും വാലിഡിറ്റിയും എൻഷുർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അങ്ങനെയും പറയാൻ പറ്റില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, കോംപ്ലക്സ് ആൻഡ് കോംപ്രഹെൻസീവ്. കോംപ്ലക്സും ആണ് കോംപ്രഹെൻസീവ് ആണ്, ഡിഫിക്കൽട്ട് ആണ്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് ആണ്. ശരിക്കും റിലയബിൾ എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, എപ്പോഴും നോട്ട് ചെയ്യേണ്ട പോയിന്റ് റിലയബിലിറ്റി സൈഡിൽ എഴുതിയിട്ടോണം. റിലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, കൺസിസ്റ്റൻസി ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ യൂണിഫോമിറ്റി ആണ് എന്തെന്ന് പറയുന്ന റിലയബിലിറ്റി. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് കൺസിസ്റ്റന്റ് റിസൾട്ട്സ് ആൻഡ് മെഷർ ആക്യുറേറ്റ്ലി വാട്ട് ഇറ്റ് ഈസ് ഇന്റൻഡഡ്. Then thank you.